ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. രണ്ടാഴ്ച ആക്രമണം ഉണ്ടായില്ലെന്നും ഹോർമുസ് തുറക്കാൻ ഇറാൻ സമ്മതിച്ചെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. വെള്ളിയാഴ്ച പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിയൻ സേനയുടെ സഹകരണത്തോടെ രണ്ടാഴ്ച ഹോർമുസിലൂടെ സുരക്ഷിതമായ ഗതാഗതം സാധ്യമാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും വ്യക്തമാക്കി. ചർച്ചയിൽ ഇറാന്റെ 10 നിബന്ധനകളും അമേരിക്ക അംഗീകരിച്ചതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷരീഫും അറിയിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുമെന്ന് ഇറാൻ സമ്മതിച്ചതിനെ തുടർന്നാണ് ആക്രമണം പൂർണ്ണമായും നിർത്തിവെക്കാൻ ട്രംപ് സമ്മതിച്ചതെന്നാണ് വിവരം. വെടിനിർത്തൽ അംഗീകരിച്ചതായി ഇറാനും അറിയിച്ചിട്ടുണ്ട്. അതേസമയം വെടിനിർത്താൻ പ്രഖ്യാപനത്തിന് പിന്നാലെ എണ്ണവില കുറയുകയുണ്ടായി. നിലവിൽ ഒരു ബാരലിന് $90. അമേരിക്ക പോലെയുള്ള ഒരു വമ്പന്റെ ഭീഷണിക്ക് മുന്നിൽ ഇറാനെ പോലെയുള്ള ഒരു രാജ്യം പിടിച്ചു നിന്നത് സ്വന്തം ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. ട്രംപ് സ്വപ്നത്തിൽ പോലും കാണാത്ത തരത്തിലുള്ള പ്രതിരോധമാണ് ഇറാൻ ഉയർത്തിയത്. അമേരിക്കയുടെ സൈനിക താവളമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും 1 മാസത്തോളം ഭീതിയോടെയാണ് ജീവിച്ചത്. ഏത് നിമിഷവും ഇറാന്റെ ഡ്രോണോ മിസൈലോ വരുമെന്ന പേടി അവർക്കെല്ലാം ഉണ്ടായിരുന്നു. ഇറാനിലെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും എല്ലാം തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയെ ഇറാൻ ജനത ധൈര്യത്തോടെ നേരിടും. മുഴുവൻ നാഗരികതയും ഇന്ന് രാത്രി മരിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 10,000-ങ്ങളെയാണ് ഊർജ്ജ കേന്ദ്രങ്ങളിൽ മനുഷ്യ കവചങ്ങളാകാൻ ഇറാൻ ഒരുക്കി നിർത്തിയത്. തുടർന്ന് അമേരിക്കയുമായുള്ള എല്ലാ ആശയവിനിമയ ബന്ധങ്ങളും ഇറാൻ വിച്ഛേദിച്ചു. രാജ്യത്തെ ഊർജ്ജ നിലയങ്ങൾക്കും പ്രധാന പാലങ്ങൾക്ക് ചുറ്റും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മനുഷ്യമതിൽ തീർത്ത് പ്രതിരോധം തീർക്കുന്ന ഒരു കാഴ്ചയാണ് ടെഹ്റാനിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. ട്രംപിന്റെ ഭീഷണിയെ പരിഹാസത്തോടെയാണ് ഇറാൻ ഭരണകൂടം നേരിട്ടത്. ഇറാന്റെ കടുത്ത ഉപാധികൾ എല്ലാം അംഗീകരിക്കുന്നത് അമേരിക്ക തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണ്. ഇറാന്റെ ഉപാധികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അമേരിക്ക ആക്രമണം ഇല്ലായ്മ ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. ഹോർമുസ് കടലിടുക്കിന്മേൽ തുടർന്നും ഇറാന്റെ നിയന്ത്രണം ഉണ്ടാകും. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ അവകാശം അംഗീകരിക്കണം. എല്ലാ പ്രാഥമിക ഉപരോധങ്ങളും പിൻവലിക്കണം. അതോടൊപ്പം എല്ലാ ദ്വിതീയ ഉപരോധങ്ങളും കൂടെ പിൻവലിക്കണം. എല്ലാ UN സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളുടെയും റദ്ദാക്കൽ പെട്ടെന്ന് വേണം. അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണർമാരുടെ പ്രമേയങ്ങളെല്ലാം അവസാനിപ്പിക്കണം. ഇറാനിൽ ഉണ്ടായ എല്ലാ നാശനഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകണം. ഈ മേഖലയിൽ നിന്നുള്ള അമേരിക്കൻ യുദ്ധസേനയെ പെട്ടെന്ന് തന്നെ പിൻവലിക്കണം. ലെബനോണിലെ ഇസ്ലാമിക ചെറുത്തുനിൽപ്പിനെതിരെ, അതായത് ഹിസ്ബുള്ളക്കെതിരെയുള്ളത് അടക്കം എല്ലാ മുന്നണികളിലും യുദ്ധം അവസാനിപ്പിക്കണം. ഇത്രയും ആവശ്യങ്ങൾ അംഗീകരിച്ച ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത യുദ്ധത്തിൽ വന്ന് ചാടിയത് എന്നായിരിക്കും. ഇസ്രായേലിന്റെ വാക്കുകേട്ട് ചാടിപ്പുറപ്പെട്ട ട്രംപിന് കാര്യത്തിന്റെ ഗൗരവം ശരിക്കും മനസ്സിലായത് ഇന്നലെ റഷ്യയും ചൈനയും ചേർന്ന് അമേരിക്ക മുന്നോട്ട് വെച്ച ഹോർമുസ് തുറക്കാനുള്ള പ്രമേയം വീറ്റോ ചെയ്തപ്പോഴായിരിക്കാം.